ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നത് LDF ആണ്. അതിനാലാണ് കേരളത്തിലെ LDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയതെന്ന് RJD നേതാവും ബീഹാർ പ്രതിപക്ഷ നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ്. മതസൗഹാർദ്ദവും അടിസ്ഥാന സൗകര്യ വികസനവും മൂല്യധന നിക്ഷേപവുമുള്ള നാടാണ് കേരളം. ബീഹാർ എന്നെങ്കിലും കേരളത്തെ പോലെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫാസിസ്റ്റ് നയങ്ങളോട് ഒരിക്കലും സന്ധി ചെയ്യാൻ പാടില്ല എന്നാണ് തന്റെ പിതാവായ ലാലു പ്രസാദ് യാദവ് തന്നോട് പറഞ്ഞിട്ടുള്ളത്. ഫാസിസ്റ്റ് നയങ്ങളോട് സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന മുന്നണിയാണ് LDF. അതിനാലാണ് താൻ LDFന്റെ പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തതെന്നും തേജസ്വി യാദവ് പറഞ്ഞു. I have come from a Bihar state, which is the poorest state of the country. And I have come to Kerala, where in Bihar we give examples that Bihar should be like Kerala. We are very proud of Keralam people and the Keralam state. Let us remind ourselves of what we have common. What do we need to focus on? What is it that our fight is about? ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷക്കീറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ എനിക്ക് നിങ്ങൾ തന്ന ഊഷ്മളമായ സ്വീകരണത്തിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. ഈ വേദിയിൽ അഭിവാദനം ചെയ്യപ്പെട്ട എല്ലാ നേതാക്കളും ഇവരെല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പ്രദേശത്തെ സമ്മതിതരായ നേതാക്കന്മാരാണ്. ഞാൻ വരുന്നത് ബീഹാറിൽ നിന്നാണ്, രാജ്യത്തെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനം. ഞങ്ങളുടെ സംസ്ഥാനം എന്നെങ്കിലും കേരളത്തെ പോലെ ഒരു പ്രദേശമാകുമെന്ന് ഞാൻ എത്ര ആഗ്രഹിക്കുന്നു. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷയും ദരിദ്രരുള്ള കരുതലും ഞങ്ങൾക്ക് എന്നും ഒരു മാർഗദർശനമാണ്. Equality of opportunity. A child born poor should have the same real chance in life as a child born rich. This happens when good school, good doctors, and good nutrition and available to everyone, not just those who can pay. ഏതൊക്കെ സാഹചര്യങ്ങളാണ് നമ്മളെ ഇവിടെ കൂട്ടിവരുത്തിയിരിക്കുന്നത്? ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഏതൊക്കെ പ്രതിലോമ ശക്തികളെയാണ് നമ്മൾ പോരാടേണ്ടത്? വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ ലഭിക്കണം. ഒരു ധനിക കുടുംബത്തിൽ പിറന്ന കുട്ടിക്ക് ലഭിക്കുന്ന പോലെ തന്നെയുള്ള വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ദരിദ്ര കുടുംബത്തിൽ ഉള്ള കുട്ടികൾക്കും ലഭ്യമാകണം. അങ്ങനെ നീതിയുള്ളൊരു സമൂഹത്തിൽ എല്ലാവർക്കും മനുഷ്യാന്തസ്സോടുകൂടി വളരുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. വിദ്യാഭ്യാസവും ആരോഗ്യവും സാമൂഹികമായ പരിരക്ഷയും ഉറപ്പാക്കണം. അതുകൊണ്ട് തുല്യ അവസരങ്ങളാണ്, അതിനുവേണ്ടിയുള്ള ആഗ്രഹമാണ് നമ്മളെല്ലാവരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. Social infrastructure, public investment in hospitals, schools, transport, and housing is a collective asset that raises the quality of life for everyone, especially the most unsafe. രണ്ടാമത്തേത് സാമൂഹികമായിട്ടുള്ള സുരക്ഷിതത്വവും അടിസ്ഥാന സൗകര്യങ്ങളുമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ആശുപത്രികൾ, റോഡുകൾ, ഈ സാമൂഹികമായിട്ടുള്ള എല്ലാ സുരക്ഷാ പദ്ധതികളും ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. പ്രത്യേകിച്ചും സമൂഹത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ പുരോഗതിക്ക് സാമൂഹിക അടിസ്ഥാന ധർമ്മം വളരെ അനിവാര്യമാണ്. Social security, a strong welfare covering unemployment, old age, disability and health protects every citizen. വയോവൃദ്ധർ, അംഗവൈകല്യം വന്നവർ, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നിവർക്കെല്ലാം സാമൂഹികമായ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു അടിയന്തരമായ ധർമ്മം. Against caste-based discrimination,
Dismantling caste-based discrimination requires active social reform, affirmative action and cultural movement that asserts the equality dignity of every human being. No one should face a closed door in education, employment, or daily life because of the family they were born into. Caste is not a tradition worth keeping. It is an injustice worth ending. ജാതിക്കെതിരായ പോരാട്ടം, ഒരു നീതി സമൂഹത്തിന് വേണ്ടിയുള്ള അദമ്യമായ ആഗ്രഹം, അതാണ് നമ്മളെ മൂന്നാമതായി കൂട്ടിച്ചേർക്കുന്ന ഒരു വസ്തുത. ജാതി നമ്മുടെ രാജ്യത്തെ ഒരു സാമൂഹിക രാഷ്ട്രീയ തിന്മയാണ്. ആ ജാതിയുടെ പേരിൽ ഒരു വിവേചനവും ഉണ്ടാകാൻ പാടില്ല. ഒരു പൗരനെയും ജാതിയുടെ പേരിൽ മാറ്റി നിർത്താനും പാടില്ല. എന്നാൽ ജാതിക്കെതിരായ പോരാട്ടത്തിൽ പല തലങ്ങളുണ്ട്. ജാതിക്കെതിരായ പോരാട്ടത്തിൽ സംവരണം വളരെ പ്രധാനമാണ്. ജാതിയുടെ പേരിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് മുൻഗണന കൊടുക്കേണ്ടതാണ്. ഇതൊരു സാംസ്കാരിക പ്രസ്ഥാനമായിട്ട് തന്നെ വളരണം. ജാതിക്കെതിരായ പോരാട്ടം ഒരു സാംസ്കാരിക വിപ്ലവമാണ്. ഒരു താണജാതിയിൽ ജനിച്ചുപോയി, താണജാതി എന്ന് പറയപ്പെടുന്ന ജാതിയിൽ ജനിച്ചുപോയി എന്നതിൻ്റെ പേരിൽ ആരും വിവേചനം അനുഭവിക്കാൻ പാടില്ല. വിദ്യാഭ്യാസത്തിലും സാമൂഹികമായ വളർച്ചയിലും ജാതി ഒരു ഘടകമായി കൂടാ. അതുകൊണ്ട് ജാതിക്കെതിരായ പോരാട്ടമാണ് നമ്മളെ ഒരുമിച്ച് നിർത്തുന്ന മറ്റൊരു ഘടകം. പൊന്നാനി LDF മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MK സക്കീറിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു തേജസ്വി യാദവ്. RSSും BJPയും വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് ഉപയോഗിക്കുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഒന്നും പ്രധാനമന്ത്രിക്ക് താൽപര്യമില്ല. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് അടിയറവ് വെക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. മനുഷ്യരുടെ പട്ടിണിയോ വിലക്കയറ്റമോ തൊഴിലില്ലായ്മയോ ഒന്നും പ്രധാനമന്ത്രിക്ക് വിഷയമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇച്ഛാശക്തി കൊണ്ടാണ് ഇക്കാര്യങ്ങൾ സാധ്യമായത്. അതിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇനി താൻ കേരളത്തിൽ വരുമ്പോൾ മൂന്നാമതും LDF അധികാരത്തിൽ വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും തേജസ്വി യാദവ് വ്യക്തമാക്കി.